ഹലോ, നമസ്കാരം. ഞാൻ പറയാൻ പോകുന്നത് തൃക്കാക്കര വൈസ് പ്രസിഡന്റ് എന്ന അലീഷാന എന്ന കോൺഗ്രസ് നേതാവിനെ കുറിച്ചാണ്. അദ്ദേഹം എന്നെ 2021 വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിൽ എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ വിവാഹ വാഗ്ദാനം നൽകി ഞങ്ങൾ പ്രണയത്തിലിരുന്ന സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആവുകയും അതിൽ 5 മാസമായപ്പോൾ മുതൽ ഇവർ കുട്ടിനെ വേണ്ട എന്നും പറഞ്ഞിട്ടാണ് പിന്നെ എന്നെ ഭയങ്കര ഭീഷണിയും കാര്യങ്ങളും അയാളുടെ ജ്യേഷ്ഠന്മാരും ആളും പിന്നെ കോൺഗ്രസ്സിലെ കുറച്ച് ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഭയങ്കര ഭീഷണിയും കാര്യങ്ങളാക്കി കുട്ടിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നെ നിർബന്ധിച്ചൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 6 മാസമായപ്പം 5 ലക്ഷം രൂപ ഡോക്ടർക്ക് കൊടുക്കുകയും കുട്ടിനെ കളയണമെന്ന് പറഞ്ഞ് ബലമായിട്ട് എന്നെ കൊണ്ട് അബോർഷൻ ചെയ്യിപ്പിക്കാൻ നിർബന്ധിച്ചു. ഡോക്ടർ അത് ചെയ്യുമായിരുന്നു. പക്ഷെ എൻ്റെ അന്നത്തെ നിസ്സഹായമായ അവസ്ഥയും കാര്യങ്ങളും പിന്നെ എൻ്റെ കരച്ചിലും എല്ലാം കണ്ടപ്പം അവരുടെ മുന്നിൽ ഒരു ഡ്രാമ കളിക്കാമെന്നും പറഞ്ഞ് വേറൊരു കുട്ടിനെ കാണിച്ചു. എൻ്റെ വയറ്റിൽ അവരെ ബോധിപ്പിക്കാൻ ഒരു ലെയർ കട്ട് ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് ഞാൻ ഈ കുട്ടിനെ പ്രസവിച്ചു. അതിനുശേഷം കുട്ടീനെ പ്രസവിച്ചതിന് ശേഷം ഞാൻ എൻ്റെ നെന്മാറയിലായിരുന്നു ഡെലിവറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞത്. അവരെ കുട്ടീനെ കളഞ്ഞു എന്നുള്ള രീതിയിൽ ബോധിപ്പിച്ചു. അതല്ല എങ്കിൽ എന്നെയും എൻ്റെ കൊച്ചിനെയും അവർ ഇല്ലാതാക്കുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. ഞാൻ 2023 ഞാൻ കൊച്ചിനൊരു ആൺകുട്ടിക്ക് ഞാൻ ജന്മം നൽകി. ആ കൊച്ചിനെയും കൊണ്ട് ഞാൻ എറണാകുളത്ത് വന്നു. ഞാൻ താമസിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് വന്നതിന് ശേഷം അലീഷാന എന്ന് പറയുന്ന ആളുടെയാണ് കുട്ടി എന്നറിഞ്ഞ് അവർ വീണ്ടും ഭീഷണി ആ കുട്ടീനെ ദത്ത് കൊടുക്കാനും കാര്യങ്ങൾക്കും പറഞ്ഞു. ഈ കുട്ടി ഉണ്ടെങ്കിൽ അവരുടെ പ്രസ്റ്റേജിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും, അവരുടെ വീട്ടുകാരറിഞ്ഞാൽ പ്രശ്നമാകും. ആളൊരു മുസ്ലിം മതത്തിലുള്ള ആളാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു സംസാരം. പിന്നെ എന്നെ വീണ്ടും അവർ ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയി, ഭീഷണിപ്പെടുത്തിയൊക്കെ ആയപ്പം ഞാനതൊരു കേസായിട്ട് കൊടുത്തു സ്റ്റേഷനിൽ. അപ്പം ഇവർ കുട്ടിനെ അംഗീകരിച്ചു. നമ്മളുടെ മുൻസിഫ് കോടതി വഴി കുട്ടിനെ അംഗീകരിച്ചതിന് ശേഷം പിന്നെ അവരുടെ വീട്ടുകാർക്ക് കുറച്ച് എന്തൊക്കെയൊക്കെയോ ഇഷ്യൂസും, ഇവർ കൂട്ടുകുടുംബമായതുകൊണ്ട് ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ വീണ്ടും എനിക്ക് എതിരായിട്ട് ഭീഷണിയും കാര്യങ്ങളായി. ഞാനും ഈ കൊച്ചും ഇവിടുന്ന് പോകണം, അല്ലെങ്കിൽ കുട്ടി വേറെ ആർക്കെങ്കിലും ഞാൻ ദത്ത് കൊടുക്കണം, നാളെ അത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടലുണ്ടാവും എന്നും പറഞ്ഞ് എന്നെ ഭയങ്കര ഭീഷണിയും കാര്യങ്ങളായി. ഞാനത് സമ്മതിക്കാത്തതെ തുടർന്ന് ഇവർ എനിക്ക് എതിരെ മട്ടാഞ്ചേരിയിൽ എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ട് മട്ടാഞ്ചേരിയിൽ ഇവർക്കെതിരെ ഒരു എന്നെ ശ്രമിക്കാന്ന് പറഞ്ഞിട്ടൊരു കേസ് ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. ഇവർക്കെതിരെ ഒരു പീഡന പരാതിയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടീനെ അംഗീകരിച്ചതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് മാറുന്നില്ല എന്നറിഞ്ഞപ്പം ഭയങ്കര ഇവരുടെ കോൺഗ്രസ്സിലെ സ്ഥാനം വെച്ചിട്ടാണ് എന്നെ ഭയങ്കര ഭീഷണിയും കാര്യങ്ങളായത്. അപ്പം ഞാൻ നമ്മുടെ DCC പ്രസിഡൻ്റായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് അവരെ ഞാൻ പോയി പരാതി എഴുതി ഞാൻ കൊടുത്തായിരുന്നു. ഒരു നടപടിയും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ 3 തവണ അവരുടെ ഓഫീസിൽ 1.5 വയസ്സ് പ്രായമുള്ള എൻ്റെ കൊച്ചിനെയും ഞാൻ അവിടെ 3 തവണ ഞാൻ കയറി ചെന്നു. അവർ ഒരു റെസ്പോണ്ട് ഉണ്ടായില്ല. ഞാൻ പോകുമ്പോഴൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പോൾ നമ്പർ മേടിച്ചൊരു 4 തവണ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ ഒരു റെസ്പോണ്ടും കാര്യങ്ങളും തന്നിട്ടില്ല. ഞാനൊരു പരാതിക്കാരിയാണ്. കാരണം അവരുടെ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനാണ് പരാതിയിട്ട് പോകുന്നത്. അത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് അവരിതുവരെ അന്വേഷിക്കാൻ നിന്നിട്ടില്ല. പിന്നെ ഈ പറയുന്ന കോൺഗ്രസ്സിൽ ഒരു ആശ എന്നും പറഞ്ഞിട്ടുള്ള ഒരു മാഡത്തിനെയും ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അവരതിനൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല. ഇവർ കോൺഗ്രസിൻ്റെ ആൾക്കാരാണെന്നും പറഞ്ഞിട്ട് പോലീസുകാരനെ അടക്കം അവർ സ്വാധീനിച്ചിട്ടുണ്ട്. പോലീസ് അടക്കം എനിക്ക് എതിരെ ആയിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ ഒഫൻസ് കുട്ടിനെ കൊല്ലാൻ ശ്രമിച്ചതും കാര്യങ്ങളൊന്നും ഇടാതെ ഇവർക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് പോലീസ് നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഇൻഫോ പാർക്ക് പോലീസുകാരാണ്. ഞാനപ്പം ഈ അന്വേഷണം മാറ്റണം, ഈ അന്വേഷണം ഓക്കെ അല്ല എന്നും പറഞ്ഞിട്ട് ഞാൻ ഹൈക്കോടതിയിൽ ഒരു പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേ തുടർന്ന് ഞാൻ വീണ്ടും ഈ പറയുന്ന CAക്കെതിരെ ഞാൻ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നാളെയാണ്, എനിക്ക് തിങ്കളാഴ്ചത്തേക്കാണ് ഫസ്റ്റ് സിറ്റിംഗ് വെച്ചിരിക്കുന്നത്. അതിന് പോവാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് നോട്ടീസ് എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും എന്നെയും കുട്ടിനെയും, കാരണം ഇതിപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ഇനി പുറം ലോകം നല്ല രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവുമെന്നും പറഞ്ഞ് എന്നെയും കുട്ടിനെയും ഇല്ലാതാക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. കൊട്ടേഷൻ കൊടുത്തതിനെ തുടർന്ന് അത് ഈ കൊടുത്തിട്ടുള്ളതിൽ ഒരാൾ പൊതുപ്രവർത്തകനാണ്. അവരെന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്തു, ഇന്ന രീതിയിലൊക്കെ നടക്കുന്നുണ്ട്, സൂക്ഷിക്കണം എന്നും പറഞ്ഞിട്ട് അവർ മൊഴി തരാൻ തയ്യാറാണ്. പിന്നെ അവരുടെ ശബ്ദരേഖകൾ, ഈ അലീഷാന സംസാരിക്കുന്ന ശബ്ദരേഖകൾ, ഇവർ പോയി മീറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ എല്ലാം എൻ്റെ കയ്യിൽ ഫുൾ എവിഡൻസ് ഉണ്ട്.
അതെല്ലാം വെച്ച് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, DCPക്ക് കൊടുത്തു. കമ്മീഷണറിനെ വീണ്ടും ഞാൻ ഡയറക്റ്റ് പോയി കണ്ട് ഞാൻ പരാതി കൊടുത്തു. നമ്മുടെ ACPക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു, നമ്മുടെ ഇൻഫോ പാർക്ക് സ്റ്റേഷനിലേക്കും കംപ്ലൈൻറ്റ് കൊടുത്തു. പക്ഷേ ഇവരുടെ സ്വാധീനം, പൈസൻ്റെ പവർ ഇതായിട്ട് എൻ്റെ കേസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. എന്നെ മാക്സിമം ഈ പോലീസുകാരായിക്കോട്ടെ പാർട്ടിക്കാരായിക്കോട്ടെ എല്ലാവരും കൂടെ ഒന്ന് ഹാറാസ്മെൻറ്റ് ചെയ്തിട്ട് എന്നെ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് തന്നെ പോവാൻ. കാരണം നാളെ ഞാനും എൻ്റെ കൊച്ചും ഇവിടെ ഇരുന്ന് അറിയുമ്പം അത് അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാവാം എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. വീണ്ടും എനിക്കിങ്ങനെ ബുദ്ധിമുട്ടാണ്. ഞാൻ എന്ത് കേസ് കൊണ്ടേ കൊടുത്താലും അവർ കേസ് എടുക്കുന്നില്ല. എന്നെ വളരെ വളരെ മോശമായിട്ടാണ് CI എന്ന് പറഞ്ഞിട്ടുള്ള സജീവൻ എന്നാണ് ആളുടെ പേര്, എന്നെ വളരെ മോശമായിട്ടാണ്. അപ്പോൾ കമ്മീഷണറുടെ അടുത്ത് ഒരു പരാതി കൊണ്ടേ കൊടുത്തു, കമ്മീഷണർ വിളിച്ച് ചോദിച്ചാലും എന്നെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് ആൾ പറയുന്നത്. വീണ്ടും ഞാൻ കമ്മീഷണറിനെ വിളിച്ചു. ഒരു 3 ആഴ്ച മുമ്പാണ് ഞാൻ ഡയറക്റ്റ് പുള്ളിൻ്റെ ഫോണിലോട്ടാണ് ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞു, സാർ എൻ്റെ കയ്യിൽ എവിഡൻസുകളുണ്ട്, തെളിവുകളുണ്ട്, എന്നെയും കുട്ടിനെയും. കാരണം കുട്ടിനെ ഇവൻ മുൻസിഫ് കോടതി വഴി അലീഷാന അംഗീകരിച്ചതാണ്. അതിന് ശേഷമാണ് പിന്നെ കുറച്ച് പ്രശ്നങ്ങളിൽ ആയിട്ടാണ് പുള്ളിക്കാരന് കുട്ടിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായത്. കാരണം പുള്ളി ഒരു മുസ്ലിമാണ്, ഞാനൊരു ഹിന്ദുവാണ്. അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുള്ളത് കാരണം കുട്ടീനെ അംഗീകരിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അവർ പറഞ്ഞ പ്രകാരം ഞാൻ സമ്മതിക്കാതെ നിന്നതുകൊണ്ട് എന്നെ ഇപ്പോഴും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. വീണ്ടും വീണ്ടും അവരെന്നെ ടോർച്ചർ ചെയ്ത് ഇവിടുന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലായിടത്തും പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് നിയമത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അത് കാരണം ഞാനിപ്പം നിയമപരമായിട്ട് കോടതിയിലാണ് ഇപ്പം ഞാൻ കാര്യങ്ങളെല്ലാത്തിനും നിന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു 3 ആഴ്ച മുമ്പ് വീണ്ടും ഇവർ എന്നെയും കൊച്ചിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തു. അതിനുള്ള എവിഡൻസുകൾ മൊത്തം എൻ്റെ കയ്യിലുണ്ടായിട്ടും ഞാൻ ACP എന്ന് പറഞ്ഞ സാർക്ക് പുതിയൊരു ആളാണ്, ആൾക്ക് കൊണ്ടുപോയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഇതുവരെ എനിക്കൊരു മറുപടിയോ കാര്യങ്ങളോ എനിക്ക് തന്നിട്ടില്ല, എന്നെ ഇതുവരെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞാൻ സജീവൻ എന്ന് പറയുന്ന സാർക്ക് ഞാൻ പോയി കണ്ടിരുന്നു, ആളും എനിക്കിതിനൊരിതിൽ തന്നിട്ടില്ല. അപ്പം അലീഷാന ഇപ്പോൾ ഡയറക്റ്റ് അല്ലാതെ ഈ മാർട്ടിൻ മാനാച്ചേരി ശ്വേതാ മേനോനെതിരെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ശ്വേതാ മേനോനെതിരെ ഇതാക്കിയ പോലെ തന്നെ മോശം അതായിട്ട് പൈസ മേടിച്ചിട്ട് മാർട്ടിൻ മാനാച്ചേരി എനിക്കെതിരെയും ഓരോരോ അവൻ്റെ സ്വന്തമായിട്ടുള്ള ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അങ്ങനെയെങ്കിലും കണ്ടിട്ട് ഞാനിവിടുന്ന് നാട് വിട്ട് പോട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് അവൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പരാതികൾക്കൊന്നും പോലീസോ കമ്മീഷണറോ ഒന്നും എനിക്ക് ഇപ്പോൾ ഒരു നടപടിയും കാര്യങ്ങളും ആയിട്ടില്ല. ഇനി ഞാനത് കോടതി വഴി പോകാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.